എന്തെങ്കിലും അല്പം പണം പിരിച്ചുകൊണ്ട് വടക്കേണ്ടിയിൽ വേല ചെയ്യാൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ സ്നേഹം പശുത്താത്മാവിൽ കൂടെ എന്നെ നിർബന്ധിച്ചിവിടെ വന്നതാണ്. എന്തിനാണ്? കേരളത്തിൽ ദൈവസഭ വെളിപ്പെടട്ടെ, കേരളത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരം വെളിപ്പെടട്ടെ. അപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ടായി. സ്തോത്രം. ആദാം പിന്മാറിപ്പോയപ്പോൾ വേദനയുണ്ടായി. വേദനയോടെ വന്ന് വിളിക്കുകയാണ്, ആദാമേ ആദാമേ നീ എവിടെ? ആ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വേദന എത്രമാത്രമായിരിക്കും. അതിനുശേഷം അതിൻ്റെ 21 വാക്യം ഒന്ന് വായിച്ചു. ഉൽപ്പത്തി 3:21. ജെനീസസ് 3:21. ആദാമോ ഹവ്വായും നഗ്നരായി എന്ന് ദൈവത്തിന് മനസ്സിലായി. ദൈവം കണ്ടു. ആദാമിനും ഹവ്വയ്ക്കും ഞങ്ങൾ നഗ്നരാണേ, വസ്ത്രം തരണമേ എന്ന് പറയുവാനുള്ളതായ കഴിവോ ഒന്നുമില്ല. അവർ നഗ്നരായതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവർ പ്രകാശത്തെയാണ് ധരിച്ചുകൊണ്ടിരുന്നത്. ദൈവം പ്രകാശത്തെ ധരിക്കുന്നത് പോലെ ആദാം ഹവ്വായി എന്താണ് ധരിച്ചുകൊണ്ടിരുന്നത്? പ്രകാശം. എന്നാൽ പാപം ചെയ്തപ്പോൾ ആ പ്രകാശമെന്ന് പെട്ടുപോയി. ഇലക്ട്രിക് ബൾബിനകത്ത്, ഫിലമെൻറ്റിനകത്ത് ലൈറ്റ് വരുമ്പോൾ കത്തും. അന്നേരം നമുക്ക് ആ നെയ്ക്കഡ് ഫിലമെൻറ്റ് കാണുകയില്ല. ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ ആ ഫിലമെൻറ്റ് കാണാം. അതുപോലെ അവർക്ക് നഗ്നരെന്ന് തോന്നിയത് അതിന് മുൻപേ നഗ്നരാ നിന്നാൽ പ്രകാശമാകുന്ന വസ്ത്രം മാറിപ്പൊഴിഞ്ഞപ്പോൾ അവരെന്തായി? നഗ്നരായി. അവരുടെ നഗ്നതയെ കണ്ടിട്ട് ദൈവത്തിന് എന്തുണ്ടായി? ദുഃഖമുണ്ടായി. വേറൊരു ആടിൻ്റെ തോലെടുത്ത് അവരെ ഇത് ചെയ്തു. മറ്റുള്ളവരുടെ നഗ്നതയ കുറവുകൾ കാണുമ്പോൾ നമ്മൾക്ക് ചിരിയല്ല വരേണ്ടത്, ദുഃഖമാണ് വരേണ്ടത്. എൻ്റെ കർത്താവേ, ആ പ്രിയ സഹോദരൻ കള്ളു കുടിക്കാൻ തുടങ്ങിയല്ലോ. അത് IPC-കാരനായാലും ചർച്ചോക്കോടായാലും ഷാരോനായാലും, എൻ്റെ കർത്താവേ, ആ സഹോദരൻ ബീഡി വലിക്കാൻ തുടങ്ങിയല്ലോ. ആ സഹോദരൻ സിനിമ കാണാൻ തുടങ്ങിയല്ലോ. കർത്താവേ, അവൻ്റെ നഗ്നത വെളിപ്പാക്കാനല്ല. ഇന്ന് അനേകരുണ്ട്, ചിലർ പറയുന്നത് നഗ്നത വെളിപ്പെടുത്തിയാൽ ഗുണമാകുമെന്ന്. അങ്ങനെ ചിലരൊക്കെ ചില മാസികകളൊക്കെ എഴുതാറുണ്ട്. അവരുടെ ശുശ്രൂഷ അവർ ചെയ്യട്ടെ, അതിന് ഞാനൊന്നും പറയുന്നില്ല. ഓരോരുത്തർക്ക് ലഭിച്ചതായ ശുശ്രൂഷ അവർ ചെയ്യട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? ആദാമിൻ്റെ നഗ്നതയെ മറയ്ക്കുവാൻ ദൈവം അവൻ എന്ത് ചെയ്തു? ഉടുപ്പുണ്ടാക്കി കൊടുത്തു. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്നേഹം എന്ത് ചെയ്യുന്നു? പാപത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം എടുത്തു മാറ്റിക്കളയുന്നതിന് മുൻപ് അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരുത്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലായാൽ അവൻ തനിയെ ഇരിക്കുമ്പോൾ അവനോട് ചെന്ന് എന്ത് ചെയ്യണം? പറയണം. തനിയെ ഇരിക്കുമ്പോൾ അവനോട് പറയണം. അവനെ സ്വീകരിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ വേറൊരാളെ കൂട്ടിക്കൊണ്ട് പോകണം, പിന്നെ സഭാശുടെ കൂട്ടിക്കൊണ്ട് പോകണം. അങ്ങനെ വല്ല വിധത്തിലും അവനെ കുറ്റപ്പെടുത്തി അവനെ പരസ്യകോലമാക്കുകയല്ല, എങ്ങനെയെങ്കിലും അതെന്താണ്? അതാണ് ശരീരത്തിൻ്റെ അംഗം എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു പട്ടി കടിച്ചിരിക്കുകയാണെങ്കിൽ പട്ടി കടിക്കുകയാണ്, പട്ടിയുടെ വായിലാണ്, അല്ലെങ്കിൽ ഒരു തേളിൻ്റെ ഇതിലാണ് മറ്റേ കൈ വന്ന് അതിനെ വിടുവിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സഭാ അംഗങ്ങൾ തമ്മിൽ അത് ചർച്ചോ കോഡോ IPC-യോ ഷാരോനോ ഒന്നുമില്ല. എല്ലാം ക്രിസ്തുവിൻ്റെ അംഗങ്ങൾ. നമ്മൾ വേറെ വീട്ടിൽ കൂടുന്നു എന്നല്ലാതെ, ഒരപ്പന് പല മക്കളുള്ളപ്പോൾ ഒരു മൂത്ത മകനോട് ചാക്കോച്ചനോടുത്ത് വിടുന്നു, മത്താച്ചനോടുത്ത് വിടുന്നു, മറിയാമ്മ വേറെടുത്ത് വിടുന്നു എന്നുള്ളതുപോലെ ഉള്ളൂ നമ്മുടെ സംഘടനയുടെ വ്യത്യാസം. എല്ലാം ഒരപ്പൻ്റെ മക്കളാണ്, ഒരാത്മാവിനെ ഭക്ഷിക്കുന്നവരാണ്. അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. എല്ലാം ഓരോ ചാക്കോച്ചനോടുത്ത് കൂടും. ഒരു വീടിൻ്റെ അപ്പന് 10 മക്കളുണ്ട്, 10 മക്കളും പ്രായമായപ്പോൾ 10 സ്ഥലത്ത് കൂടുന്നു. അവർ പിന്നെ വർദ്ധിക്കുന്നു. അങ്ങനെ വർദ്ധിക്കട്ടെ, അങ്ങനെ സംഘടനയുണ്ടാകണം. എന്നാൽ തമ്മിൽ അപ്പൻ വിളിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടി. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ലോകം അറിയും നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന്. എന്താണ്? സ്വർഗത്തിലെ സ്നേഹം അങ്ങനെയാണ്. ആദാമിൻ്റെ
ദൈവത്തിന് ആദാം തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായിട്ടും ആദാമിൻ്റെ നഗ്നതയെ മറയ്ക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നി. ആദാം പറഞ്ഞിട്ടല്ല, നമ്മുടെ എത്രയോ തെറ്റുകളെ അവൻ മറച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്കൊന്ന് ആരാഞ്ഞു നോക്കാം. ദൈവം നമ്മളെ എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞ് മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം ആരംഭിക്കുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് 2 ദിവസം കൂടെയുണ്ട്. ഈ 2 ദിവസത്തിനകത്ത് സ്നേഹത്തിൻ്റെ സമുദ്രത്തിൽ നമ്മൾ ഇറങ്ങണം. ഞാനിങ്ങനെ കുറച്ച് പറഞ്ഞേച്ച് പോയാൽ നിങ്ങളുടെ നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയിലോ ആയാൽ പോരാ. വാസ്തവമായി സ്നേഹത്തിൽ ഇപ്പോൾ നിങ്ങൾ IPC-കാരോ ചെർച്ചോക്കോടോ ഷാരോൻകാരോ ഇവിടെ ഇരിപ്പുന്നെങ്കിൽ തമ്മിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ അതെല്ലാം അങ്ങ് ശരിയാക്കണം. ഹല്ലേലൂയ. തമ്മിൽ അന്യോന്യം ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, സഭാവിശ്വാസികൾ തമ്മിലുണ്ടെങ്കിൽ, സംഘടനകൾ തമ്മിലുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചയിൽ തന്നെ ഞായറാഴ്ചയ്ക്ക് മുൻപ് ഈ ഞായറാഴ്ച ആരാധനയിൽ വരുമ്പോൾ ആ സ്നേഹത്തിൽ നിറഞ്ഞ ഒരു ആരാധന കഴിപ്പാൻ തക്കവണ്ണം ഓരോ സഭക്കാരും ശ്രമിക്കണം. ഈ വചനത്തിൻ്റെ ശബ്ദം, ഈ ദൂത് ഓരോ സഭകളിലും വ്യാപിക്കണം. ആ ക്രിസ്തീയ സ്നേഹം വെളിപ്പെടണം. ഹല്ലേലൂയ. അത് വെളിപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര സന്തോഷമാവും. നിങ്ങളുടെ ഹൃദയം എത്ര തകർന്ന ഹൃദയമായിരിക്കും. ദൈവത്തോട് അടുത്തിരിപ്പാനിടയാവും. അപ്പോൾ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അതുകൂടാതെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയുമായി ആദാമിനൊരു തുണയുണ്ടാക്കി കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൂടാതെ ആദാം പാപം ചെയ്തപ്പോൾ അവനെ തേടി വന്നു. നാലാമത് അവന് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഭാരമുണ്ടായി. നീ റോമാലേഖനം 5:8 വായിച്ചാൽ, റോമാലേഖനം 5:8, റോമൻസ് 5:8. ഹല്ലേലൂയ. നമ്മൾ പാപികളായിരിക്കുമ്പോൾ, ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളിൽ ആരും പേര് ദൈവമില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് അനേകർ ദൈവമില്ല എന്ന് പറയുമ്പോഴും, ദൈവത്തെ ചീത്ത പറയുമ്പോഴും ദൈവം അവരെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഈ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അധികം വിവരിക്കേണ്ട ആവശ്യമില്ല. യോഹന്നാൻ 3:16 വായിച്ചാട്ടെ. യോഹന്നാൻ 3:16 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ ഇത്രയും സ്നേഹിച്ചു. ഹല്ലേലൂയ. എന്നെയും നിന്നെയും ദൈവം സ്നേഹിച്ചതായ ആ സ്നേഹത്തിൻ്റെ ആഴം നാം ഒന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സ്നേഹം കടന്നു വരും. പലപ്പോഴും നാം സ്വസ്നേഹികളായി അങ്ങ് തീരുന്നത് എന്തുകൊണ്ടാണ്? ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ അതിനുവേണ്ടി നാം ചിന്തിക്കാൻ സമയമില്ല. നമ്മൾ എപ്പോഴും നമ്മൾക്ക് മനുഷ്യരാകുന്ന നമ്മൾക്ക് ഭൗതിക ആവശ്യങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, മറ്റുള്ളതൊക്കെ മുൻപിലിരിക്കുന്നത് കൊണ്ട് ദൈവം എത്ര സ്നേഹിച്ചു എന്ന് ചിന്തിക്കുവാൻ സമയമില്ല. എന്നാൽ വാസ്തവമായി ശാന്തമായി ഇരുന്നിട്ട് നമ്മെ രക്ഷിപ്പാൻ കർത്താവ് എന്തുമാത്രം സ്നേഹിച്ചു, അതിൻ്റെ ഒരു ഭാഗം അല്പം ധ്യാനിച്ച ശേഷം നമ്മൾക്ക് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 37 മുതൽ 42 വരെ. മത്തായി 26:37 മുതൽ 42. മാത്യു 26:37-42. എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു. കർത്താവ്, നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി വില കൊടുക്കുവാൻ ഒരുങ്ങുക. എന്റെ ഹൃദയം അതിദുഃഖമായിരിക്കുന്നു, മരണത്തോളം, മരണവേദന പോലെ. ഒരു പ്രാവശ്യം മാത്രമേ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞുള്ളൂ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അതെപ്പോഴാണ്? തൻ്റെ ദൈവത്വം മാറ്റിവെച്ചിട്ട് പൂർണ്ണ മനുഷ്യനായി നമ്മുടെ പാപമെല്ലാം അവൻ്റെ മേലെ ഏറ്റിരിക്കുകയാണ്. ദൈവത്വത്തോടുകൂടി അവൻ്റെ പാപം ഏൽക്കുവാൻ കഴിയില്ല. ദൈവം വിശുദ്ധനാണ്.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രണ്ട് വ്യക്തിത്വം, ദൈവത്വവും മനുഷ്യത്വവും കാണുന്നുണ്ട്. എന്നാൽ ദൈവത്വം മാറ്റി വെച്ചിട്ട് മനുഷ്യനായി പാപം ഏറ്റുപറയും. പാപം ഏറിയപ്പോൾ അവൻ്റെ ഹൃദയം മരണവേദന പോലെയായി. എന്നോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ. അത് ഇപ്പോട്ട് വായിച്ചാണ്. കർത്താവേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് വാങ്ങിപ്പോയണമേ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സകലരുടെയും പാപത്തെ തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് വരാൻ പോകുന്ന കഷ്ടതയെ ഓർത്തുകൊണ്ട് വാങ്ങിപ്പോണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഇപ്പോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന. ശിഷ്യന്മാർക്ക് വേണ്ടി വില കൊടുക്കുവാനായി കർത്താവ് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശിഷ്യന്മാർ എന്ത് ചെയ്യുകയാണ്? ഉറങ്ങുകയാണ്. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, ഇതെല്ലാം നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്ന വചനമാണ്, പുതിയ വചനമൊന്നുമല്ല. എന്നാൽ ആ സ്നേഹത്തിൻ്റെ ആഴം, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു, ആ സ്നേഹം എത്ര കറതീർന്ന സ്നേഹമാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാ ശിഷ്യന്മാരോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് പോലും അവർ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയില്ല. ആർക്കു വേണ്ടിയായി കഷ്ടം അനുഭവിക്കാൻ പോകുന്നത്? ആ ശിഷ്യന്മാർക്ക് വേണ്ടി. ഏത് ശിഷ്യന്മാർക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ പോകുന്നു അവരോട് പറഞ്ഞിട്ട് പോലും അവർ പ്രാർത്ഥിക്കുന്നില്ല. എന്നിട്ടും പിതാവേ, നിന്റെ ഹിതം എന്നെ നിവർത്തിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ആ ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹം ഞാൻ പലപ്പോഴും ഓർത്ത് വളരെ കരയാറുണ്ട്. ചിലപ്പോൾ കരഞ്ഞാലും എനിക്ക് തൃപ്തി വരത്തില്ല. അങ്ങ് കുറച്ച് നേരം കരഞ്ഞേ അങ്ങ് തൃപ്തി വരത്തുള്ളൂ. ആ യേശുവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ, എനിക്ക് സ്നേഹിക്കുന്ന മാതാവും പിതാവും ഉണ്ടായിരുന്നു. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിച്ചു. എന്നെ സ്നേഹിക്കുന്ന ഭാര്യയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന മക്കളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ടീം അംഗങ്ങളുണ്ട്. എന്നാൽ ഇവരുടെ എല്ലാ സ്നേഹത്തിന് എത്രയോ അപ്പുറം, എത്രയോ ആഴമേറിയതാണ് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മറ്റുള്ള നമ്മുടെ സഹോദരനെ സ്നേഹിക്കാൻ, ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർന്ന് സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. നാം ആ സ്നേഹത്താൽ ബന്ധിക്കപ്പെടണം. സ്തോത്രം. ആ സ്നേഹത്താൽ ബന്ധിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. എത്രമാത്രം നമ്മെ സ്നേഹിച്ചു. നാം എത്ര ആഴമേറിയ കുഴിയിൽ കിടന്നവരായിരുന്നു. നമ്മളെ തേടി അവൻ വന്നു. തൻ്റെ ശിഷ്യന്മാരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞിട്ട് പോലും അവർ പ്രാർത്ഥിച്ചില്ല. എന്നിട്ടും കർത്താവ്, പിതാവേ, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സഹിച്ച കഷ്ടങ്ങൾ ഓരോന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞേ മതിയാകുള്ളൂ. ഇന്ന് പകൽക്കാലം നമുക്ക് അല്പനേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയാം. റോമാലേഖനം 5:5 നാം വായിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞാൻ സ്വയസ്നേഹിയായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ഈ വർഷ ആരംഭത്തിൽ നീ ഞങ്ങൾക്ക് തരുന്ന വചനം, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നവരാകണം, നിൻ്റെ സ്നേഹം ഞങ്ങളിലുണ്ടാകണം. എന്നാൽ മാത്രമേ ഞങ്ങൾ നിൻ്റെ ശിഷ്യരായിരിക്കുന്നു എന്ന് ലോകം അറിയുള്ളല്ലോ. കർത്താവേ, എൻ്റെ സ്നേഹക്കുറവ് എന്നിൽ നിന്ന് മാറ്റി എൻ്റെ അടുത്ത സഹോദരനോട്, ഹല്ലേലൂയ,
സ്നേഹത്തിൽ വേരൂന്നണം. ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചല്ലോ, സ്നേഹത്തിൽ എന്ത് ചെയ്യണം? വേരൂന്നണം. നമ്മുടെ വേരുകൾ എവിടേക്ക് ഇറങ്ങണം? ദൈവ സ്നേഹത്തിലേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഞാൻ ആദ്യത്തെ ദിവസം ഓർപ്പിച്ചതുപോലെ 3 ഫൗണ്ടേഷൻ ഉണ്ടത്. ആദ്യത്തെ 2ാമത്തെ ദിവസം ഒന്ന് ദൈവമാകുന്ന ഫൗണ്ടേഷൻ, അഗാപ്പേ ലവ്. രണ്ട്, ഫിലയോ, നമ്മുടെ കുടുംബപരമായി സ്നേഹമുള്ള ഫിലയോ. മൂന്നാമത്തേത് ഇറോസ്, അല്ലെങ്കിൽ ലൈംഗികമായി ഉള്ള ബന്ധത്തിലുള്ളതായ സ്നേഹം, ശരീരസ്നേഹം. ഇതിൽ ഏതിലാണ് നമ്മൾ വേരൂന്നുന്നത്? നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ വേരൂന്നി നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഫലങ്ങൾ എന്തുണ്ടായിരിക്കും? നമ്മുടേത് എന്നായിരിക്കും, എൻ്റേത് എന്ന് വരികയില്ല. എന്നാൽ മറ്റേ സ്നേഹത്തിലാണ് വേരൂന്നിരിക്കുന്നെങ്കിൽ എൻ്റേത്, ഞങ്ങളുടെ കുടുംബത്തിൻ്റേത് എന്നുള്ളത് വരും. പിന്നെ ശാരീരികമായി ലൈംഗിക സ്നേഹമാണല്ലോ. എൻ്റെ ഭാര്യയെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച്, ഞങ്ങൾ ഒരിക്കലും വേർപെടും, എൻ്റെ ഭാര്യയെ ദുഃഖിപ്പിച്ച് ഞാനൊന്നും ചെയ്യുകയില്ല, എൻ്റെ അങ്ങനെയുള്ളതായ ബന്ധങ്ങളിലാവും. എന്നാൽ നമുക്ക് ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് എവിടെ വേരൂന്നണം? ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മുടെ വേരൂന്നണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരായാലും ദാസിമാരായാലും തമ്മിൽ ചിന്തിക്കേണ്ടത്, ഞാൻ എവിടെയാണ് വേരൂന്നിരിക്കുന്നത്? എവിടെയാണ് വേരൂന്നിരിക്കുന്നത്? എൻ്റെ വേര് എവിടോട്ടാണ് ഇറങ്ങുന്നത്? ഏത് ഭാഗത്തോട്ടാണ് എൻ്റെ വേരിറങ്ങിയിരിക്കുന്നത്? എവിടേക്ക് വേരിറങ്ങിയിരിക്കുന്നു അതിൻ്റെ ഫലങ്ങളാണ് കാണുന്നത്. പ്രിയ അനേക കർത്താവിൻ്റെ ദാസന്മാർ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ച കർത്താവിൻ്റെ വലിയേറിയ ദാസന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അതുപോലെ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ച കർത്താവിൻ്റെ ദാസന്മാരുടെ വേരുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഫിലയോ സ്നേഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, തങ്ങളുടെ മക്കളെ അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വളർത്തി അവരെ ഒരു സ്ഥാനത്താക്കാനുള്ള ഭാഗം അവർക്കുണ്ടായി. അവരെ ഒന്ന് വളർത്തി എങ്ങനെയെങ്കിലും അവരെ എന്താക്കണം? അവിടെ അപ്പോൾ ഏത് ആത്മാവിൽ ആരംഭിച്ചു? ദൈവസ്നേഹത്തിൽ ആരംഭിച്ചു. പിന്നെ ഏത് സ്നേഹത്തിൽ വന്നു? ഫിലയോ സ്നേഹത്തിൽ വന്നു. അങ്ങനെ വരാതെ കർത്താവേ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മാത്രം ഉറയ്ക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഭാര്യ ഭർത്താക്കൻ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നമ്മുടെ കുടുംബത്തെ എല്ലാം തകർത്തിട്ട്, ഫിലയോ സ്നേഹത്തിലുള്ള കുടുംബങ്ങളെ തകർത്തിട്ട് നമ്മളെ എന്തിലാക്കണം? അഗാപ്പേ സ്നേഹത്തിലാക്കണം. എൻ്റേത്, ഞങ്ങളുടേത് എന്നുള്ള ഭാഗം മാറി നമ്മുടേത്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സഭ എപ്പോഴും പറയേണ്ടത് നമ്മുടേത്. ഈ തൃശ്ശൂരിൽ ചർച്ച് ഓഫ് ഗോഡോ IPCയോ ഷാരോനോ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് പറയേണ്ടതാണ് നമ്മുടേത്, നമ്മുടേത്. നമ്മുടെ യോഗം, IPCയുടെ യോഗം നടക്കുകയാണെങ്കിൽ നമ്മുടെ യോഗം, ചർച്ച് ഓഫിൻ്റെ യോഗം നടക്കുകയാണെങ്കിൽ നമ്മുടെ യോഗം, ഷാരോൻ്റെ യോഗം നടക്കുകയാണെങ്കിൽ നമ്മുടെ യോഗം. ഹല്ലേലൂയ. ഷാരോനിലെ ഒരു വിശ്വാസി രോഗിയായി കിടക്കുന്നെങ്കിൽ IPCക്കാരൻ നമ്മുടെ സഹോദരൻ രോഗിയായി കിടക്കും, നമുക്ക് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നേഹമാണ് ഇന്ന് കർത്താവും പരിശുദ്ധാത്മാവും നിങ്ങളിൽ അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ ദൂത് നിങ്ങളോട് പറയുകയാണ്. ഈ സ്നേഹമാണ് ഇന്ന് കർത്താവും പരിശുദ്ധാത്മാവും നിങ്ങളിൽ അന്വേഷിക്കുന്നത്. എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ ഏത് സ്നേഹത്തിലാണ് വേരൂന്നിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലായി. അവൻ ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചു. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക്. എന്നെ തന്നെ മറന്ന് എൻ്റെ കൂട്ടു സഹോദരനെ സ്നേഹിപ്പാൻ
എൻ്റെ കൂട്ടു സഹോദരൻ്റെ തെറ്റുകൾക്ക് വേണ്ടി വില കൊടുക്കുവാൻ, എൻ്റെ കൂട്ടു സഹോദരിയുടെ തെറ്റുകൾക്ക് വേണ്ടി വില കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി നിൽക്കുവാൻ ഞാനിതാ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ യേശുവിൻ്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയുവാനിടയാകട്ടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, 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 hallelujah. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ്, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. പാട്ട് പാടാം. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശു സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതാ മാത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതാ മാത്രേ. എത്രയാഴമേ യേശുവിൻ സ്നേഹമേ, എത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതാ മാത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതാ മാത്രേ. ലോകസ്ഥാപനമോൻ ബെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനമോൻ ബെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനാ എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനാ എണ്ണിയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതാ മാത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതാ മാത്രേ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെന്നെയോ ചേർത്തു പണിയുവാൻ, സിയോനിലെന്നെയോ ചേർത്തു പണിയുവാൻ. സ്വർഗീയ താലമേ വേലയും തികച്ചു, സ്വർഗീയ താലമേ വേലയും തികച്ചു, സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതാ മാത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതാ മാത്രേ.
അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ, അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെ പോൽ, സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെ പോൽ. ശത്രുവാമെന്നെയോ താൻ സ്വന്തമാക്കിയ, ശത്രുവാമെന്നെയോ താൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനേ, അതുല്യ സ്നേഹമേ, സ്നേഹസ്വരൂപനേ, അതുല്യ സ്നേഹമേ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. ആമേൻ. അടുത്ത വരി പാടുന്നതിന് മുൻപായി നമുക്ക് അല്പനേരം യേശുവിന്റെ രക്തത്തിന്റെ ജയത്തിൽ ആശ്രയിക്കാം. സാത്താൻ വളരെ ശക്തിയോടുകൂടെ മന്ദത വരുത്തുവാൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സാത്താൻ വെല്ലുവിളിക്കുന്നത്, നീ എത്ര ശ്രമിച്ചാലും ഇവർ തമ്മിൽ സ്നേഹിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ ഇവരുടെ ഇടയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇവർ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയാൽ യേശുവിന്റെ ശിഷ്യന്മാരെന്ന് വെളിപ്പെടും. അതുകൊണ്ട് യേശു രക്തത്തിന്റെ ജയത്തിൽ ഒന്ന് ആശ്രയിക്കാം, ഒന്ന് പോരാടാം. മന്ദത അയച്ചുകൊണ്ടിരിക്കുക, മന്ദത അയക്കുക. ഹല്ലേലൂയ. പോരാടാം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയത്തിൽ, യേശുവിന്റെ രക്തം ജയത്തിൽ, രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. മഹാഭോഗം പറയുകയല്ല, എനിക്ക് തോന്നുന്നതൊക്കെ പറയുകയല്ല, എങ്ങനെയെങ്കിലും നിങ്ങളെ ഇളക്കപ്പെരുക്കം ഉണ്ടാക്കാറില്ല. ഞാൻ ആത്മാവിൽ കാണുന്ന ദൈവാത്മാവിൽ നിർബന്ധിതനായി പറയുകയാണ്. സാത്താൻ വളരെ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ട് മന്ദത അയച്ചുകൊണ്ട് പറയുകയാണ്, വെല്ലുവിളിക്കുകയാണ്, നീ എത്ര പറഞ്ഞാലും ഈ കാര്യം നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. സാത്താൻ പല വേഷത്തിൽ പല സഭകളെ പലതായിട്ട് ഭിന്നിപ്പിച്ച് കർത്താവിൻ്റെ വേലയാണെന്ന് പറഞ്ഞ് മത്സരം കൊണ്ടുവന്ന് ദൈവസ്നേഹത്തെ തകർത്തിരിക്കുന്ന ഈ കാലത്ത് നാം ആത്മാവിൽ ബലപ്പെട്ട് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് സാത്താനെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമായി വെളിപ്പെടുവാൻ പോകുകയാണ്. ഞങ്ങൾ IPC ആയാലും ചർച്ച് ഓഫ് ഗോഡ് ആയാലും ഷാരോൻ ആയാലും ഞങ്ങൾ ഏത് ഗ്രൂപ്പായാലും ഒരേ ഉപദേശ ഐക്യമുള്ള ഞങ്ങൾ ഒരേ ആത്മാവിനെ പാനം ചെയ്യുന്ന ഒരു ശരീരമായി വെളിപ്പെടാൻ പോകുകയാണെന്ന് പറഞ്ഞ് പോരാടിക്കാം. യേശുവിന്റെ നാമത്തിൽ പോരാടിക്കാം, പോരാടാം, യുദ്ധം ചെയ്യാം. Idi ba khana duda khana bata dana dila bana dana dila.
ആറ്റം ബോംബിനേക്കാൾ യേശുവിൻ്റെ വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ രക്തമാകുന്ന ബോംബ് നിങ്ങൾ ശത്രുവിൻ്റെ തലയിൽ എറിയുമ്പോൾ ഞാൻ 2 മാസത്തിന് മുൻപ് ഉണ്ടായ ഒരു സംഭവം നിങ്ങളുടെ വിശ്വാസ വർധനയ്ക്ക് വേണ്ടി പറയുന്നു. അമേരിക്കയിൽ കാലിഫോർണിയയിൽ നമ്മുടെ ഒരു സഹോദരന് സണ്ണി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മറ്റേ പേരെനിക്ക് ഒഫീഷ്യൽ പേരെനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ അവിടെ സഭയിൽ അജിത്ത് എന്ന് പറയുന്ന മലയാളി കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഹിന്ദുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്നൊരു സഹോദരനാണ്. ആ സഹോദരൻ്റെ മുകളിൽ ദുഷ്ടാത്മാവ് വന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായ ഒരു ശക്തി ലൂസിഫർ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടുപോകത്തില്ല 3 ദിവസമായി സഹോദരന്മാരും വിശ്വാസികളും എല്ലാവരും ഉപവാസ പ്രാർത്ഥന എടുക്കുമ്പോഴും ആ ശക്തി പറയുകയാണ്, ഞാൻ വിട്ടുപോകാൻ വന്നതല്ല, ഞാൻ നിങ്ങളുടെ സഭയെ നശിപ്പിച്ച് വെച്ചേ പോകത്തുള്ളൂ. അപ്പോൾ സണ്ണി സഹോദരൻ എനിക്ക് മൊബൈലിൽ ഫോൺ ചെയ്തു, പാസ്റ്ററെ ഇതുപോലെ ഞങ്ങൾ 3 ദിവസമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഉപവാസത്തിൽ പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും ഈ ശക്തി വിട്ടുപോകുന്നു. അദ്ദേഹം മലയാളി കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു സഹോദരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മൊബൈൽ അവൻ്റെ ചെവിയിലോട്ട് കൊടുക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു മൊബൈൽ എടുത്ത് അവൻ എറിയുമെന്ന് പറഞ്ഞു. മൊബൈൽ എടുത്ത ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ മൊബൈൽ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു യേശുവിനെ അവൻ്റെ ചെവിയിൽ വയ്ക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ആരാണ് എന്ന് പറഞ്ഞു. ലൂസിഫറാണ്. നീ എന്തിനാണ്? ഞാൻ ഈ സഭയെ തകർക്കാനാണ് വന്നത്. ഞാൻ പറഞ്ഞു നിനക്ക് യേശുവിൻ്റെ രക്തത്തിന് മുമ്പിൽ നിൽക്കാൻ ഒക്കുമോ? ഉടനെ പറഞ്ഞു ഞാനും യേശുവിൻ്റെ രക്തം പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് മൊബൈലിൽ കൂടെ ഈ യേശുവിൻ്റെ രക്തം ജയമെന്ന് പറഞ്ഞ് 2-3 പറഞ്ഞപ്പോഴത്തേക്ക് അലറാൻ തുടങ്ങി. അലറുകയാണ്, അയ്യോ ഞാൻ പോയേക്കാമേ ഞാൻ പറഞ്ഞു ഇപ്പം നീ പോകാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി. ഇവിടെ നിന്ന് തന്നെ ഒരു 5 മിനിറ്റ് യേശുവിൻ്റെ രക്തം പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു അവരുടെ മുമ്പിൽ. അവരെ എഴുന്നേറ്റ് മുട്ടുകുത്തി പറഞ്ഞു ഞാൻ തോറ്റിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ തോറ്റെന്ന് പറഞ്ഞിട്ട് പോയി. എന്തുവാ ഞാനിവിടെ ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലിരിക്കുക, മൊബൈലിൽ കൂടെയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ആ ബോംബ്, അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ബോംബിട്ടാൽ എവിടെ പോയി വീഴും? യേശുവിൻ്റെ രക്തം അവിടെ പോയി വീഴും. അത്ര ശക്തിയുള്ളതാണ് യേശുവിൻ്റെ രക്തം. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇന്നു മുതൽ ഈ കർത്താവെ ഞങ്ങൾ സഭകൾ തമ്മിൽ അല്ലെങ്കിൽ വിശ്വാസികൾ തമ്മിലുള്ളതായ പിണക്കുണ്ടാക്കുന്ന ശക്തിക്കെതിരെ ഞങ്ങൾ യേശുവിൻ്റെ രക്തമാകുന്ന ബോംബിടുന്നു. ഈ സഭകൾ തമ്മിൽ ചർച്ച് ഓഫ് ഗോഡ്, IPCയോ ഷാരോനോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പൂർണ്ണ വിശ്വാസമുള്ള സഭകൾ തമ്മിൽ ഉള്ളതായ വിശ്വാസികൾ തമ്മിൽ വേലക്കാർ തമ്മിലുള്ളതായ ആ കോട്ടയ്ക്കെതിരെ ഞങ്ങൾ ബോംബെറിയുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? എരിയോ കോട്ടയ്ക്ക് ചുറ്റും അവർ നടന്നപ്പോൾ വീണതുപോലെ ഈ തൃശ്ശൂരിലുള്ളതായ ദൈവമക്കളെ തമ്മിൽ സ്നേഹിപ്പിക്കാതെ അവരെ അകറ്റി നിർത്തിയിരിക്കുന്ന ശത്രുവിൻ്റെ കോട്ടകളെ നമുക്ക് യേശുവിൻ്റെ രക്തത്താൽ കീഴ്പ്പെടുത്തണം. ഈ പാസ്റ്റർമാരോ ലീഡേഴ്സോ തമ്മിൽ കൂടി കോൺഫറൻസ് നടത്തിയാൽ ഈ കാര്യം നടക്കുകയില്ല. ഇത് ബുദ്ധി കൊണ്ട് നടക്കേണ്ട കാര്യമല്ല, ഹൃദയംഗമായി വരേണ്ടതാണ്. ബുദ്ധി കൊണ്ടൊക്കെ നടന്നോലെ സ്തോത്രം പറഞ്ഞ് 2 മതിലിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഈ സഭകൾ തമ്മിലുള്ളതായ സംഘടന തമ്മിലുള്ളത് എന്താണ്? ഇദ്ദേഹം ഈ കോട്ടയ്ക്കകത്ത് നിന്ന് കൈ അങ്ങോട്ട് ഇട്ടിട്ട് സ്തോത്രം മറ്റേ കോട്ടയ്ക്ക് നിന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യം നടക്കില്ല. ഈ കോട്ടകളെല്ലാം പൊട്ടണം. ദൈവജനങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞാൽ സംഘടനകൾ തകരണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. സംഘടനകൾ നമ്മൾക്ക് ആവശ്യമാണ്. എല്ലാം ഒരു സംഘടന വരണമെന്നല്ല. ദൈവം ഓരോരുത്തർക്ക് അങ്ങനെ പ്രേരണ നടക്കട്ടെ. എന്നാൽ ഈ സംഘടനയിൽ നിന്നുകൊണ്ട് സംഘടന കോട്ടകൾ പൊട്ടിയിട്ട് ദൈവമക്കൾ ഒരു ശരീരമായി ചർച്ച് ഓഫ് ഗോഡിലാണെങ്കിലും IPCയിലാണെങ്കിലും ഷാരോനിലാണെങ്കിലും ഏത് ഗ്രൂപ്പിലാണെങ്കിലും ഒന്നിച്ച് സഹോദരന്മാർ തമ്മിൽ മാർക്കറ്റിൽ കണ്ടാൽ തന്നെ IPC ചർച്ച് ഓഫ് ഗോഡ് നമ്മളെല്ലാം ദൈവമകനെന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ പിന്നെ ഏത് ഗ്രൂപ്പൊന്നല്ല, ആ സ്നേഹം പകരണം. അതിനെതിരായിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ രക്തം ജയമെന്ന് പറഞ്ഞ് നമുക്കിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു യുദ്ധം ചെയ്യാം. ഒരല്പനേരം സ്നേഹത്തെ തകർക്കുന്ന കോട്ടകളെ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ഇടിക്കാം. ഹല്ലേലൂയ. ദൈവമക്കൾ തമ്മിൽ ഹല്ലേലൂയ സ്നേഹമില്ലാതെ ഇരിക്കുന്നതായ ആ കോട്ടകളെ സാത്താൻ കടന്നാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് പാസ്റ്റർമാരെ കുറ്റം പറയാതെ, സംഘടനാ നേതാക്കന്മാരെ കുറ്റം പറയാതെ, ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ചരട് പിടിക്കുന്ന അവനുമായിട്ട് യുദ്ധം ചെയ്യാം. തുടങ്ങിക്കാട്ട്, ആരംഭിച്ചാട്ട്. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. സ്നേഹത്തിൽ, ആകാപ്പ സ്നേഹത്തിലെ വേര് ഒന്നിക്കൊണ്ട് കർത്താവെ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം, ഒറ്റക്കാട്ടായി നിന്ന് കർത്താവിനോട് പ്രവർത്തിക്കാൻ തക്കവണ്ണം കർത്താവെ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണേ. പ്രാർത്ഥിക്കുന്ന യേശുവേ, ദൈവ ആത്മാവിൽ കർത്താവെ, ദൈവശക്തിയിൽ, ദൈവ സ്നേഹത്തിൽ ഞങ്ങളെല്ലാവരും നിറക്കി മാറണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഇത്രത്തോളം കർത്ത ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി ഞങ്ങളങ്ങയെ വാഴ്ത്തുകയും സ്തുതിക്ക് സ്വന്തം ചെയ്യുന്നു. സകലമത്തെ യഹോവയ്ക്ക് പ്രാർത്ഥനയ്ക്ക് സ്വന്തം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നമസ്കരിക്കും പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും നമ്മെല്ലാവരെയും ആശ്വസിച്ചു പുലർത്തുന്ന ദൈവത്തിൻ്റെ പശ്ചാത്തലமான കൃപയും കൂട്ടായ്മയും സഹവാസവും നമ്മോടും നാം ഓർത്തുപാർത്ത ജലഭക്ഷണങ്ങളെയും ഇപ്പോഴും വന്നേക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ശക്തി വചനം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ കർത്താവെ അത് സന്തോഷവും സമാധാനവും പകർന്നു നൽകുവാൻ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം ഘോഷിക്കുന്ന അങ്ങയുടെ ദാസനായി ഞങ്ങൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവെ നിന്റെ ദാസൻ കർത്താവെ സ്വർഗീയ മർമ്മങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം. വചനം കേട്ട് കർത്താവെ അത് അനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം പറയുവാൻ കർത്താവിൻ്റെ ദാസനെ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവെ ഇനിയും ആരെങ്കിലും കർത്താവെ കടന്നു വരാനുണ്ടെങ്കിൽ അവരെയും കർത്താവെ എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാതനയും കേട്ട സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് ദൈവമേ സദയം കേൾക്കണമേ. മായമില്ലാതെ പാല് കൊഴിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസനിലൂടെ കർത്താവ് ഞങ്ങൾ കേട്ട വചനങ്ങൾ കർത്താവെ ഹൃദയത്തിൽ സംഹരിപ്പാൻ തക്കവണ്ണം ദൈവം അവിടെ ഞങ്ങളെ സഹായിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഇന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ കർത്താവ് കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ വീണ്ടും കർത്താവെ ഒന്ന് പരിശോധിപ്പാൻ തക്കവണ്ണം ദൈവത്തിലെ കർത്താവെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിന് ഉപദേശിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നു അതിൻ്റെ നടുവിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത ആ പൊന്നുനാഥനെ ഞങ്ങൾ ഉയർത്തുകയാണ്. കർത്താവെ സ്വർഗത്തിലിരിക്കുന്ന പിതാവിനെ ഉയർത്തി കാണിപ്പാൻ വലതുഭാഗത്തിരിക്കുന്ന പുത്തൻ്റെ നാമമഹത്വത്തിനായി കർത്താവ് ചെയ്യുമാറ് പ്രാർത്ഥിക്കുന്നു. പിതാവെ അവിടുന്ന് കർത്താവ് നൽകി തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വരുന്ന ജനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് അവർ വിടുതലമായി കർത്താവെ ബന്ധനം അഴിക്കുവാൻ തക്കണം കർത്താവിൻ്റെ ദാസനിലൂടെ കർത്താവ് ഇന്ന് ദൈവം അവിടുന്ന് വലിയ പ്രവൃത്തി ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആത്മാവിൽ കർത്താവ് ഞങ്ങൾക്ക് ഒഴുകുവാൻ തക്കവണ്ണം ദൈവം അവിടെ നമ്മളെ സഹായിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കർത്താവിൻ്റെ ഭർത്തം ഹല്ലേലൂയ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് കാണുവാനിടയായി.
പലരും അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നാളെയും 3:30 മണി മുതൽ പരിശുദ്ധാത്മനിറവ് പ്രാപിപ്പാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ടായിരിക്കും. ഇന്ന് അല്പനേരം വചനത്തിൽ കൂടെ അവരെ പഠിപ്പിക്കുവാൻ കർത്താവ് കൃപ നൽകി. നാളെയും അങ്ങനെ പരിശുദ്ധാത്മനിറവ് പ്രാപിപ്പാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ അഥവാ ആത്മനിറവ് പ്രാപിച്ച ശേഷം അവരുടെ ആത്മീയ ജീവിതം ശോഷിച്ചു പോയി അങ്ങനെയുള്ളവരും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയുണ്ട്. നാളെയും പകൽ 3:30 മണിക്ക്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വരവിന് താമസം ഇന്ന് വൈകിട്ടും നാളെ ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച വൈകിട്ടും ഇവിടെ ക്ലാസ്സുകളുണ്ടായിരിക്കും. ഞായറാഴ്ച വൈകിട്ടത്തേത് ഒടുവിലത്തെ ക്ലാസ്സുകളായിരിക്കും. അതുകൂടാതെ ആർക്കെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നടന്ന ക്ലാസ്സിനെ കുറിച്ച് അതിൻ്റെ CD ആവശ്യമുണ്ടെങ്കിൽ അവിടെ വെളിയിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ലിസ്റ്റ് നോക്കി പ്രിയപ്പെട്ടവരോട് പറഞ്ഞാൽ അവരത് നിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ CDകളോ പുസ്തകങ്ങളോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും ഞങ്ങൾ ഒരു രൂപ പോലും ലാഭമെടുത്ത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങൾ നടത്താനും ദൈവസ്നേഹത്തിൻ്റെ ഇന്ന് പകൽക്കാലം യഹോവയായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആരംഭം മുതൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മുതൽ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് കൃപ നൽകി. ആദാമിനെ സൃഷ്ടിച്ച കാര്യം, അതുപോലെ ആദാമിൽ നിന്ന് ഹവ്വയെ എടുത്തപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ മാംസം എന്ന് പറഞ്ഞു. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം പറഞ്ഞതിന് ശേഷം ഇത് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് സഭയെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറയുവാനിടയായപ്പോൾ വലിയവനായ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുവാനിട. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തൻ്റെ ഈ ജീവനെ കൊടുത്ത് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. പലപ്പോഴും ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നാം മനസ്സിലാകാതിരിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം തണുത്തു പോകുന്നത്. ആയാൽ ഇന്ന് രാത്രി നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കും. കർത്താവേ, വേറൊന്ന്, ഞാൻ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ബൈബിൾ ക്ലാസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സാത്താന്യ ശക്തികൾ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, ഇവരുടെ ഹൃദയത്തിൽ സ്നേഹം വരാൻ അനുവദിക്കരുത്, ഇവരെ തടഞ്ഞു നിർത്തണം, ഇവരുടെ മധ്യത്തിൽ ഓരോന്നായി പിരിഞ്ഞു നിൽക്കണം. അപ്പോൾ സാത്താന്യ ശക്തികൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചിരുന്നെങ്കിൽ മാത്രമേ ഈ വചനം ഉള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങളെ തടഞ്ഞു നിർത്തും. കർത്താവ് ആഗ്രഹിക്കുന്നത് യുദ്ധം ചെയ്തതിനെ ജയിച്ച് നമ്മൾ ഒന്നായി പോകണം. എന്തുകൊണ്ടാണ് ഈ സ്നേഹത്തിൻ്റെ വചനം കർത്താവ് തരുന്നത്? തൃശ്ശൂരിൽ ഒരു ദൈവസഭ മാത്രം, ക്രിസ്തുവിൽ കർത്താവിൻ്റെ ഒരു ശരീരം മാത്രം. അവർ IPC ആകട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആകട്ടെ, ഷാരോൻ ആകട്ടെ, എല്ലാം ഒരു ശരീരത്തിൻ്റെ അംഗങ്ങൾ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ സ്നേഹം എത്രമാത്രം വർദ്ധിക്കും. അങ്ങനെ വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, അവർ തമ്മിൽ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് കുറവായിരിക്കുന്നത് ഈ ഭാഗമാണ്. രോഗശാന്തി നടക്കുന്നുണ്ട്, വേലകൾ നടക്കുന്നുണ്ട്, ഓരോന്നൊക്കെ നടക്കുന്നുണ്ട്, ധാരാളമായി കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരം വെളിപ്പെടുന്നില്ല. ക്രിസ്തുവിൻ്റെ ശരീരം വെളിപ്പെടണമെങ്കിൽ IPCക്കാരും ചർച്ചോക്കാരും സഭയിലുള്ളവരും തമ്മിൽ സ്വന്തം ശരീരത്തിൻ്റെ അംഗങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവരായിത്തീരണം. ആ സ്നേഹം വരണമെങ്കിൽ യഥാർത്ഥ ഉപദേശത്തിൽ മടങ്ങി വന്നിട്ട് നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായെങ്കിൽ മാത്രമേ ആ സ്നേഹം നമ്മിൽ വ്യാപരിക്കുകയുള്ളൂ. അല്ലാതെ ലെക്ചർ നടത്തിയത് കൊണ്ടോ ഡിസ്കഷൻ നടത്തിയത് കൊണ്ടോ ഒന്നിച്ചുള്ള ഉപവാസ പ്രാർത്ഥന നടത്തിയതുകൊണ്ടോ കാര്യം നടക്കുകയില്ല. വാസ്തവമായി ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരമായി തങ്ങളെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞ് അംഗങ്ങളായി തീർന്നു കഴിയുമ്പോൾ ആരും നമ്മൾ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്നേഹം തമ്മിൽ പകരപ്പെടുകയും നാം കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനിടയാകുകയും ചെയ്യും. അപ്പോൾ മാർക്കറ്റിൽ വെച്ച് ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് സഹോദരൻ ഒരു IPCക്കാരനെ കണ്ടാൽ സഹോദര എന്ന് വിളിച്ച് ചുമ്മനം ചെയ്തു പോകുവാനിടയാകും. അന്നേരം ഒരു ചർച്ച് ഓഫ് ഗോഡുകാരൻ സഹോദരൻ വന്നു, അന്നേരം ഒരു ഷാരോനിലെ സഹോദരൻ വന്നു, അന്നേരം വേറൊരു ഇൻഡിപെൻഡൻറ്റ് സഹോദരൻ വന്നു. ആരായാലും തമ്മിൽ തന്നെ ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ശരീരം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്ത് സന്തോഷമാണ്. അങ്ങനെ സഭയിൽ മുൻപോട്ട് പോയിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഭയിൽ കർത്താവിൻ്റെ ദാസൻ ആരെങ്കിലും ശാസിച്ചത് നിമിത്തം ഒരു സഹോദരൻ ആ സഭയിൽ നിന്ന് മാറി നിൽക്കുകയാണ്, വേറൊരു സഭയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഏത് സഭയിലൊക്കെ ചെന്നോ അത് വിചാരിച്ചാട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് IPCയിലോട്ടാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ IPCയിലെ കർത്താവിൻ്റെ ദാസൻ
ആ പ്രിയ സഹോദര നീ ഏത് സഭയിൽ നിന്ന് വന്നാ? ഓ, ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് വന്നതാ, അവിടുത്തെ പാസ്റ്റർ ഗുണമല്ല, അതിന് എന്നെ നോക്കിയാ വചനം പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നതാണെന്ന് പറയും. അപ്പോൾ ആ സഹോദര ഭാരപ്പെടേണ്ട, ഇവിടെ നല്ലപോലെ ഇരുന്നോ, ഞങ്ങൾ നിന്നെ സ്നേഹത്തോടെ സൂക്ഷിക്കാം. അങ്ങനെ നിന്നിട്ട് ഉച്ച കഴിഞ്ഞ് അസംബ്ലീസ് ഓഫ് ഗോഡിലെ സഹോദരനോ പാസ്റ്ററോട് വിളിച്ച് പറയും, പാസ്റ്ററെ, നിങ്ങളുടെ സഭയിലുള്ളൊരു വിശ്വാസി ഇന്ന സഹോദരൻ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ അവനെ സൂക്ഷിച്ചു കൊള്ളാം, സൂക്ഷിച്ച് മരുക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുക്കൽ അവനെ ഏൽപ്പിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ, അത് കഴിഞ്ഞ് അങ്ങനെ 1-2-3 ആഴ്ച കഴിഞ്ഞ് ആ സഹോദരൻ ഇരിക്കുമ്പോൾ രണ്ടുപേരും കൂടെ കൂടി ആ സഹോദരനെ പാസ്റ്ററുടെ വീട്ടിൽ വിളിച്ചു. അന്നേരം രഹസ്യമായിട്ട് IPCയിലെ പാസ്റ്ററെയും വിളിച്ചിട്ട് രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് ചേർത്ത് പ്രാർത്ഥിച്ച് രണ്ടുപേരും സ്നേഹചുംബനം കൊടുത്ത് പോകുമ്പോൾ കർത്താവ് എത്രമാത്രം സന്തോഷിക്കും. ഇപ്രകാരമാണ് കർത്താവിൻ്റെ വേല നടക്കേണ്ടത്. മറ്റേതൊന്നും ദൈവിക വേലയല്ല, ആത്മപ്രവർത്തനമല്ല. സംഘടനാ സ്പിരിറ്റ് കൊണ്ട് ആളുകളെ കൂട്ടിക്കൊണ്ടങ്ങ് പോകും. ആ സംഘടനാ സ്പിരിറ്റ് ദൈവത്തിൻ്റെ ആത്മാവിൻ പ്രകാരമല്ല. നമുക്ക് സംഘടനകൾ ആവശ്യമുണ്ട്. ഓരോരുത്തർക്കും ഓരോ IPC വേണം, ചർച്ച് ഓഫ് ഗോഡ് വേണം, ഷാരോൻ വേണം, ഇൻഡിപെൻഡൻറ്റുകാർ വേണം. ഓരോരുത്തരെ ദൈവം ആക്കിയ നിലത്തിലാക്കണം. എന്നാൽ തൃശ്ശൂരിൽ ഒരു ശരീരം മാത്രം. അപ്പോൾ ഒരു IPCയിലെ സഹോദരൻ രോഗിയായി കിടക്കുകയാണെങ്കിൽ ചർച്ച് ഓഫ് ഗോഡിൽ എവിടെയായാലും നമ്മുടെ ശരീരത്തിന് വേദനയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി ആ സഹോദരനെ ശുശ്രൂഷിപ്പാനിടയാകും. അങ്ങനെ വരുമ്പോൾ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയാകും. അതിനുവേണ്ടിയാണ് ഈ ബൈബിൾ ക്ലാസ് നടത്തുന്നത്. ഹല്ലേലൂയ. ഈ ക്ലാസ് നടത്തി പോയി കഴിയുമ്പോൾ പ്രിയമുള്ള നിങ്ങളെല്ലാവരും കൂടെ തമ്മിൽ സ്നേഹിച്ചുകൊണ്ട്, ഓരോ കർത്താവിൻ്റെ ദാസന്മാർ തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് പോകുന്നത് എത്ര സന്തോഷമായിരിക്കും. അങ്ങനെ കാണുമ്പോൾ കർത്താവ് സന്തോഷിപ്പാനിടയാകും. അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലാകും, ഇതാ ദൈവത്തിൻ്റെ സഭ വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്കൊരു അല്പനേരം വചനം വായിക്കുന്നതിന് മുൻപ് നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ തടസ്സം, ഇത് പുതിയ പോയിന്റുകളൊന്നും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനല്ലല്ലോ ഈ ബൈബിൾ ക്ലാസ്. ഹല്ലേലൂയ. നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവിടെ മുൻപിൽ 3 കസേര കാലിയായിട്ടുണ്ട്. ആരെങ്കിലും പുറയിലുള്ളവരെങ്കിലും 3 കസേരയിൽ മുൻപിൽ വന്നിരിക്കാവുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് അല്പനേരം യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാം. സാത്താനെ, നീ ഞങ്ങളെ പിരിച്ചു നിർത്തുവാനായി ശ്രമിക്കുന്നു. എന്നാൽ കർത്താവ് തൻ്റെ സഭയെ പണിയും. യേശു തൻ്റെ സഭയെ പണിയും. നീ ഞങ്ങളെ പിരിച്ചു നിർത്തുന്നതിൻ്റെ തന്ത്രങ്ങളൊന്നും നടക്കയില്ല. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയുവാൻ പോകുകയാണ്. ഞങ്ങൾ മറ്റ് ഓരോ സംഘടനകളായി നിൽക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരേ അപ്പൻ്റെ മക്കളാണ്. ഞങ്ങൾ ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്നേഹത്തെ തടയുവാൻ നിനക്ക് എങ്ങനെ കഴിയും? എല്ലാവരുടെയും വായിൽ നിന്ന് യേശുവിൻ്റെ രക്തം ജയം വരട്ടെ. കാരണം ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ട്, നമ്മൾ വലിയൊരു യുദ്ധമാണിത് ചെയ്യുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഈ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത് വലിയ യുദ്ധമാണ്. ഇവിടെയുള്ള ദുഷ്ടാത്മസേന, അയ്യപ്പനോ മറ്റേ ശിവനോ, ആ ശക്തിയേക്കാൾ ഭയങ്കര ശക്തിയോടാണ് നമ്മൾ പോരാടുന്നത്. ഏത് ശക്തിയാണ്? ദൈവജനങ്ങളുടെ ഇടയിൽ കയറി അവരെ ഭിന്നഭിപ്രായമുള്ളവരാക്കി അവർ സംഘടനാ സ്പിരിറ്റ് കൊടുത്ത് അവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ശക്തിയോട്, വചനത്തോട്, ഞാൻ വചനത്തിൽ കൂടെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ രക്തം ആകുന്ന ബോംബിടണം. യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞ ബോംബെന്ന് പറഞ്ഞാൽ എത്ര ശക്തിയുള്ളതാണ്. ആ ബോംബ് നിങ്ങളുടെ വായിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശത്രുവിൻ്റെ നമ്മളെ പിരിച്ചു നിർത്തിയിരിക്കുന്ന IPC, ചർച്ചോ, ഷാരോൻ എന്നുള്ള നമ്മുടെ വരമ്പുകളെ എല്ലാം എന്തു ചെയ്യും? അങ്ങ് മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് സ്വർഗീയ മഴ വന്നാൽ മാത്രം പോരാ, വരമ്പുകളും തകരണം. ഹല്ലേലൂയ. ചിലർ പറയും സ്വർഗീയ വരമ്പുകൾ വന്നു കഴിഞ്ഞാൽ, സ്വർഗീയമായ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ കാര്യം നടക്കും. വെള്ളം പൊങ്ങിയാൽ കാര്യം നടക്കുകയില്ല. എന്ത് വേണം? വരമ്പുകളെല്ലാം മാറിയിട്ട് ഒരു വയൽ. ഹല്ലേലൂയ. ഇതൊരു വയൽ കർത്താവിൻ്റെ ആ നിലയിലാകണം. അതിനുവേണ്ടി നമുക്ക് യേശുവിൻ്റെ രക്തം ജയത്തിൽ കുറച്ച് നേരം ആശ്രയിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ യുദ്ധം നടത്തുവാൻ കൃപ തരണമേ. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നമുക്കൊന്നിച്ച് യുദ്ധം ചെയ്യാം. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഞാൻ നിങ്ങളെ യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കാൻ വന്ന ആളല്ല. എന്നാൽ നമ്മൾക്കിപ്പോൾ ഈ കാര്യം ഇപ്രകാരം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനയാകയാൽ നമ്മൾക്കൊന്നിച്ച് ഈ യുദ്ധത്തിൽ പോരാടാം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ജയം.
യേശുവിൻ രക്തം ജയം, 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 യേശുവിൻ രക്തം ജയം. ഹല്ലേലൂയ. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. ഹല്ലേലൂയ. യേശുവിൻ രക്തം ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ രക്തം ജയം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കൂടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങൊന്നാണ് ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് തന്നത്. നീ തന്ന പ്രോഗ്രാമിനനുസരിച്ച് ഞങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട അസംബ്ലീസ് ഓഫ് ഗോഡ്സ് സഭയുടെ ഈ ഹാളിൽ കൂടിയിരിക്കുകയാണ്. ഞങ്ങൾ വിവിധ സംഘടനകളിലുള്ളവരായ നിന്റെ ദാസീദാസന്മാർ, നിന്റെ മക്കൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നീ ഞങ്ങളോട് അരുളി ചെയ്യേണ്ടത് അരുളി ചെയ്യണമേ. ഞങ്ങളിൽ ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണമേ. ഞങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ, ഒരു ശരീരം എന്ന വണ്ണം സ്നേഹിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അതിന് തടസ്സമായി ഞങ്ങളിലുള്ളതായ ഓരോ കാര്യങ്ങളും നീ വെളിപ്പെടുത്തി അതിന്മേൽ ജയം പ്രാപിപ്പാൻ നിന്റെ ദാസിദാസന്മാരാകുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 2 Corinthians 5-14 വായിക്കാം. 2 Corinthians chapter 5 verse 14 and 15. 2 Corinthians 5-14. दूसरा कोरिन्थी 5 का 14 और 15. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. The love of God constraineth us. परमेश्वर का प्रेम हमको मजबूर करता है. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. കർത്താവിനെ വേല ചെയ്യുവാനും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാനും കൂട്ടു സഹോദരന്മാരെ സ്നേഹിപ്പാനും ഉള്ള പ്രത്യേക കാര്യം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹം ആരംഭിക്കുന്നത് എങ്ങനെ? നാം എല്ലാം ഒരു കുടുംബക്കാരാണ്. വാസ്തവത്തിൽ പറഞ്ഞാൽ ഞാൻ വടക്കേന്ത്യയിൽ പറയുന്ന ഭാഷയിലാണ് കാൽവറി കുടുംബക്കാർ. ഞങ്ങൾ വടക്കേന്ത്യയിൽ എല്ലാവരോടും പറയുന്നത് എന്താണ്? ഒരു കുടുംബം, കാൽവറി കുടുംബക്കാരാണ്, അല്ലെങ്കിൽ ക്രൂശിൻ്റെ കുടുംബക്കാരാണ്. നമ്മളെല്ലാം കാൽവറി ക്രൂശിൻ്റെ മുൻപാകെ ജനിച്ചവരാണ്. നമ്മളെല്ലാം ദൈവഭവനക്കാരാണ്, ഒരു കുടുംബക്കാരാണ് നാം. അതിവിടെ ആരംഭിച്ചു. നമ്മുടെ ഈ കുടുംബ ബന്ധം നിത്യത വരെയും നീണ്ടു നിൽക്കുന്നതാണ്. മറ്റുള്ള കുടുംബ ബന്ധമെല്ലാം ഭാര്യ ഭർത്താവായാലും മക്കള് ഭാര്യ എത്ര സ്നേഹമായാലും 10, 50, 60, 70 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് തീർന്നു. എന്നാൽ നമുക്ക് ലഭിച്ചതായ ഈ കുടുംബ ബന്ധം, കാൽവറി കുടുംബ ബന്ധം നിത്യതയോളമുള്ളതാണ്. അതുകൊണ്ട് ആ കുടുംബ ബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരായിട്ടാണ്. അപ്പോൾ നാം എന്ത് ചെയ്താലും സ്നേഹത്തിൽ ചെയ്യത്തക്കവണ്ണം ഒരുക്കമുള്ളവരായി തീരണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്ത് കാര്യം ചെയ്യുവാനായാലും നമ്മുടെ പേരിന് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ അല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. നാം ഏത് കാര്യം ചെയ്താലും അതിൻ്റെ പുറകിലുള്ള ഫോഴ്സ്, അതിൻ്റെ പുറകിലുള്ള ശക്തി ക്രിസ്തുവിൻ്റെ സ്നേഹമായിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ഈ കാര്യം ചെയ്യുവാൻ നിർബന്ധിക്കുന്നു. ഞാനിപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് ഇവിടെ വന്ന് ഈ ക്ലാസ്സുകൾ നടത്തുവാൻ എന്നെ നിർബന്ധിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമായിരിക്കണം. അല്ല, ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ കുറച്ച് പേര് കിട്ടും, പെരുമയോ അല്ലെങ്കിൽ മറ്റുള്ളത് എന്തെങ്കിലും കിട്ടുന്നു പറഞ്ഞാൽ അത് യഥാർത്ഥ വേലയല്ല. അത് ദൈവത്തെ ചൂഷണം ചെയ്യുന്ന വേലയാണ്. യേശുവിൻ്റെ പേരിൽ പറഞ്ഞ് ചെയ്യുന്ന വേലയാണ്.
എന്നെ നിങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഏതാണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. നാം എവിടെ പോയി എന്ത് പ്രവർത്തനം ചെയ്താലും എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നതിനാൽ എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയയില്ല, എനിക്ക് പോയേ മതിയാകുള്ളൂ. അതിന് സ്നേഹം നിർബന്ധിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ 14-ാം വാക്യം വായി. ദൈവത്തിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നു ഒരുത്തൻ ജീവിക്കുന്നവരെയും തങ്ങൾക്കായിട്ടല്ല. ആമേൻ, ഹല്ലേലൂയ. തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവന് വേണ്ടി തന്നെ ജീവിക്കണം. എൻ്റെ ഒരു ചെറിയ സമർപ്പണം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. ലേവ്യ പുസ്തകം 20:26 ഒന്ന് വായിച്ചാട്ട്. ലേവ്യ പുസ്തകം 20:26. ഒരു ചെറിയ സമർപ്പണം, അത് ആദ്യമായിട്ട് പറയാനൊന്നും ഉള്ളതല്ല. എന്നാൽ ലെവിറ്റിക്കസ് ചാപ്റ്റർ 20:26. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടത് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ severed you from other people that ye shall be mine. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, I am only for Jesus. ഈ വാക്യം വായിച്ച ശേഷം ഞാൻ എൻ്റെ മാർജിനിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ യേശുവിന് വേണ്ടി മാത്രം. കർത്താവ് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ആർക്ക് വേണ്ടിയുള്ളവരാണ്? എനിക്ക് വേണ്ടി മാത്രം. ഞാനപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല, എൻ്റെ മാതാവിന് വേണ്ടിയല്ല, എൻ്റെ പിതാവിന് വേണ്ടിയല്ല. ആർക്ക് വേണ്ടി മാത്രം? ക്രിസ്തുവിന് വേണ്ടി. അതേ ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചുവെങ്കിൽ ഇനി നാം ജീവിക്കേണ്ട ആർക്ക് വേണ്ടി ആയിരിക്കണം? അവന് വേണ്ടി ആയിരിക്കണം. പ്രിയമുള്ളവരെ, നിത്യത മുഴുവനും നാം ദൈവത്തോടുകൂടെ ചെലവഴിക്കേണ്ടവരാണ്. ഇവിടെ 50, 60, 100 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിത്യത മുഴുവനും വിശുദ്ധന്മാരുടെ കൂടെ നാം സ്വർഗത്തിൽ ജീവിക്കുവാൻ പോവുകയാണ്. അങ്ങനെ ജീവിക്കാൻ പോകുമ്പോൾ നാം തമ്മിൽ അറിയുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിന് വേണ്ടി നാം എന്തുമാത്രം ജീവിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിൽ നിന്ന് രക്ഷ പ്രാപിച്ചു, അനുഗ്രഹം പ്രാപിച്ചു, കർത്താവ് എന്നെ വിടുവിച്ചു, അതൊക്കെ ശരി. അത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. കർത്താവിന് വേണ്ടി നാം എന്തെല്ലാമായി? അതിനുവേണ്ടി നാം സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്നവരാകണം. ഗലാത്യ ലേഖനം 6:17 പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 6:17. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. പൗലോസ് തിരിഞ്ഞു നോക്കിയിട്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രയാസങ്ങളെയും കഷ്ടങ്ങളെയും ഓരോന്നിനെയും ഓർത്ത് കഴിഞ്ഞിട്ട് കർത്താവിന് വേല ചെയ്ത് പറയുകയാണ്, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇന്ന് കാഹളം ധ്വനിച്ചു എന്ന് വിചാരിച്ചാട്ട് കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നമ്മളെല്ലാം അക്കരെ ചെല്ലും. വിശുദ്ധന്മാരങ്ങനെ ലൈനായിട്ട് നിൽക്കും. നമ്മളെല്ലാവരും യേശുവിന്റെ സിംഹാസനം മുമ്പേ വെളിപ്പെട്ടേ മതിയാകുള്ളൂ. സത്യമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സത്യം എന്ന പോലെ നിങ്ങളും ഞാനും എല്ലാവരും യേശുവിന്റെ സിംഹാസനം മുമ്പിൽ നിൽക്കണം. അപ്പോൾ വിശുദ്ധന്മാർ നിരനിരയായി നിൽക്കുമ്പോൾ പൗലോസ് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ കർത്താവ് ഒരു പ്രാവശ്യം മാത്രമേ ചാട്ടവേർ സഹിച്ചുള്ളൂ. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം ചാട്ടവേറിനാൽ അടികൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടികൊണ്ടു, 1 പ്രാവശ്യം കല്ലേറുകൊണ്ടു. ഇത്രയും കഷ്ടമെല്ലാം സഹിച്ച കർത്താവിൻ്റെ ദാസൻ അവിടെ നിൽക്കുകയാണ്. സഹോദര സഹോദരി, നാം എവിടെ പോയി നിൽക്കും? ഞാൻ ഒരു പ്രാവശ്യം ചൈനയിൽ പ്രസംഗിച്ചുകൊണ്ട് അവിടെ ചൈനയിൽ ഒരുപാട് കഷ്ടം സഹിക്കുന്ന പ്രിയപ്പെട്ടവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാനും സഭകൾ സ്ഥാപിക്കുവാനും കർത്താവ് കൃപ നൽകി. അവിടെ നമുക്ക് നല്ല കൂട്ടായ്മ പല പട്ടണങ്ങളിലുണ്ട്. എല്ലാ ഹൗസ് ചർച്ചസ് ആയിട്ട് നടക്കുന്നുണ്ട്. സാമുവൽ ലാംബ് എന്ന് പറഞ്ഞൊരു സഹോദരൻ
ഞാൻ കർത്താവിന് വേണ്ടി കുറച്ചൊക്കെ കഷ്ടമെല്ലാം സഹിച്ചു, അടിയൊക്കെ കൊണ്ടു, ജയിലിലൊക്കെ കിടന്നു. അപ്പം ഞാൻ കുറച്ച് കഷ്ടം സഹിച്ചല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ സാമുവൽ ലാംബ് എന്ന് പറയുന്ന ചൈനയിലുള്ളതായ കർത്താവിൻ്റെ ദാസൻ ഒരു ടീച്ചറായിരുന്നു. അവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ആ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചതിനാൽ ഒടുവിൽ അവനെ ജയിലിലടച്ചു. ജയിലിലടച്ച 20 വർഷക്കാലം ജയിലിലായിരുന്നു. ജയിലിൽ കിടന്ന ഈ അണ്ടർഗ്രൗണ്ട് ഭൂമിക്കടിയിലുള്ളതായ കൊയില മലയാളത്തിൽ കൽക്കരി ഖനികളിൽ പ്രവർത്തിക്കുകയായിരുന്നു. ടീച്ചറായിരുന്നു താൻ. അവിടെ നിന്ന് മടങ്ങി വന്നപ്പോൾ തൻ്റെ ഒരു ഭാര്യയുണ്ടായിരുന്നു, ഒരു മകളുണ്ടായിരുന്നു. അവർ രണ്ടുപേരും എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. പുള്ളിക്കാരൻ്റെ വീട് ഉണ്ടായിരുന്ന സ്ഥലം അവരെല്ലാം മൈതാനമാക്കി. അത് അവിടെ വേറെ ഗവൺമെൻറ് വക കെട്ടിടങ്ങൾ വെച്ചിരിക്കുകയാണ്, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആ പ്രിയ സഹോദരനുമായിട്ട് അടുത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. പ്രിയ സഹോദര സാമുവൽ ലാംബ്, നീ 20 വർഷം കഠിനാധ്വാനമായി ജയിലിൽ കിടന്നിട്ട് മടങ്ങി വന്നു. ഇപ്പോൾ നിൻ്റെ ഭാര്യയുമില്ല, നിൻ്റെ മക്കളുമില്ല. നിനക്ക് എങ്ങനെ തോന്നുന്നു? ഉടനെ ആ പ്രിയ സഹോദരൻ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ സഹോദര, ഇത്രയും സഹിക്കാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ. നന്ദിയോടെ പറയുകയാണ്, എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു, എൻ്റെ മകൾ നഷ്ടപ്പെട്ടു, എൻ്റെ വീട് നഷ്ടപ്പെട്ടല്ലോ. ഇത്രയും സഹിക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ. ആ പൗലോസിൻ്റെ അടുക്കപ്പോലും എത്തുവാൻ എനിക്ക് യോഗ്യതയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ആ പൗലോസിൻ്റെ അടുക്കൽ പോലും എത്തുവാൻ. പ്രിയമുള്ളവരെ, സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ പുറകെയും വിടുതലിൻ്റെ പുറകെയും പോകുന്നതും നിങ്ങളെ ബാങ്ക്രപ്റ്റ് ആക്കുകയാണ്. ബാങ്ക്രപ്റ്റ് ആകുന്ന നിങ്ങളിൽ ഉള്ളതുകൂടെ പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയാണ്. എന്തെങ്കിലും സഹിക്കാനുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ അവസരമുള്ളൂ. ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സഹിക്കാനോ ഒരവസരവും കിട്ടുകയില്ല. അവിടെ ചെന്ന് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഓരോരുത്തര് കർത്താവിന് വേണ്ടി വലിയ വില കൊടുത്തവരാണ്. ഹല്ലേലൂയ, വലിയ വില കൊടുത്തവരാണ്. ഞാൻ സ്നാനപ്പെടുത്തിയതായ ഞങ്ങളുടെ ചൈനയിലുള്ളതായ ഒരു ചെറിയ പെൺകുട്ടിയുടെ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. നല്ല യൗവനക്കാരിയായിരുന്നു, 17-ാമത്തെ വയസ്സിലാണ്. അനേകരെ ചൈനയിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അവർക്ക് അവിടെയെല്ലാം ബൈബിൾ ക്ലാസ്സുകൾ നടത്തി മുൻപോട്ട് വരുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സഹോദരി 17-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മുൻപോട്ട് വന്നു, കർത്താവിൻ്റെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങി. 22-ാമത്തെ വയസ്സിൽ നല്ല ആരോഗ്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവരോട് പറഞ്ഞു യേശുവിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു. ഒടുവിൽ അവർ പറഞ്ഞപ്പോൾ അവർ പിടിച്ച് ജയിലിലാക്കിയിട്ട് അവളുടെ മുഴുവൻ വസ്ത്രവും ഉരിഞ്ഞ് നഗ്നയാക്കി 82 ദിവസം അവർ ജയിലിലിട്ടിരുന്നു. അപ്പം ഈ പട്ടാളക്കാർ വന്ന എല്ലാ അന്യായങ്ങളും നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ കഴിയയില്ല. അങ്ങനെയുള്ള അന്യായങ്ങളെല്ലാം ആ സഹോദരി